ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കാൻ പോണത്. അത് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ആവശ്യമായ ചിക്കൻ 1 കിലോ ചിക്കനാണിത്. കട്ട് ചെയ്ത് കഴുകി നന്നായി വൃത്തിയാക്കി കഴുകി വെച്ചതാണ്. പിന്നെ 4 ചെറിയ സവാള, 6 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 അല്ലി വേപ്പിൻ്റെ ഇല, 3 തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, ഇത് ചതച്ചെടുത്തതാണ്. ഇത് ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നു. ഇനി ആവശ്യമായ മസാലയാണ്: മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് കുരുമുളകിൻ്റെ പൊടിയാണ്. അത് ഞാനത് പാക്കറ്റാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് എടുക്കേണ്ട, ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് എടുത്താൽ മതി. അപ്പം നമുക്കിനി തയ്യാറാക്കാം. ഇനി ഒരു കുക്കറാണ് ഞാനിത് അടുപ്പിൽ വെച്ചിരിക്കുന്നത്, ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഇതിലൊഴിച്ച് കൊടുക്കുക. ഇനി സവാള ഇതിൽ ആഡ് ചെയ്യുക. സവാള ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. സവാള നന്നായി വാടിയതിന് ശേഷം ബാക്കി തക്കാളി പച്ചമുളക് എല്ലാം കൂടി ഇട്ടാൽ മതി. ഇനി തക്കാളി ഇട്ട് കൊടുക്കുക. സവാള ഒരുവിധം വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കൂടെ കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കുക. പിന്നെ തക്കാളിയും സവാളയും പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇപ്പം തന്നെ ഇതിൽ ചേർക്കുക. ഉപ്പ് ചേർത്താൽ തക്കാളിയും സവാളയൊക്കെ പെട്ടെന്ന് നല്ല കുഴമ്പ് പോലെ റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യുക. കൂടെ തന്നെ പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഇഞ്ചും കൂടിയും നന്നായി പേസ്റ്റ് ആക്കിയതാണ്. ഇതും ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായി മിക്സ് ആക്കുക. എന്നിട്ട് സ്റ്റൗ ഒന്ന് കുറച്ച് വെക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടി ഇത് 4 കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് സ്റ്റൗ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇനി അടച്ച് നന്നായി ഒരു 20 മിനിറ്റോളം സ്റ്റൗ കത്തിക്കുക.
നമ്മൾക്ക് കുക്കർ നന്നായിട്ട് ഇത് അടച്ച് മൂടി ഒരു 25 മിനിറ്റോളം കത്തിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിക്കണ്. ഇത് നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ അധികം ടൈമൊന്നും എടുക്കില്ല, അത്രയും പെട്ടെന്ന് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേഗം കുക്കറിലായ കാരണം പെട്ടെന്നാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.